കണ്ടീഷനാണ് purulent keratitis. Purulent keratitis is a serious pus-filled infection of the cornea that can lead to vision loss. It is caused by pathogens like bacteria, fungi, or viruses breaching the cornea's protective barrier and causing inflammation, often presenting as a corneal ulcer. Symptoms include severe eye pain, photophobia, redness, blurry vision and discharge. പുരുലന്റ് കെരാറ്റൈറ്റിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർണിയയിലെ ഒരു പസ് ഫീൽഡ് ഇൻഫെക്ഷൻ, കണ്ണിന്റെ കോർണിയയിലെ ഒരു പസ് ഫീൽഡ് ഇൻഫെക്ഷൻ വരുന്നതാണ് എന്ത്? പുരുലന്റ് കെരാറ്റൈറ്റിസ് എന്ന കണ്ടീഷൻ. അത് കാഴ്ചശക്തിയെ ബാധിക്കും. അതിപ്പോൾ ബാക്ടീരിയ കാരണം വരാം, ഫംഗി കാരണം വരാം, ഈവൻ വൈറസസ് കാരണം നമ്മുടെ കണ്ണിന്റെ പ്രൊട്ടക്റ്റീവ് ബാരിയർ പോവുകയും അതുപോലെ അത് ഇൻഫ്ലമേറ്റഡ് ആവുകയും ചെയ്യുന്നു. ഓക്കെ, അത് കോർണിയൽ അൾസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. പുരുലന്റ് കെരാറ്റൈറ്റിസിന്റെ സിംറ്റംസ് ആണ് ഐ പെയിൻ, സിവിയർ ആയിട്ടുള്ള ഐ പെയിന്, ഫോട്ടോപോബിയ, ലൈറ്റിലേക്ക് നോക്കാൻ പറ്റാതിരിക്കുക, അതുപോലെ റെഡ്നെസ്, ബ്ലറി വിഷൻ, ഡിസ്ചാർജ്. ഓക്കെ, പുരുലന്റ് കെരാറ്റൈറ്റിസ് പസ് ഫീൽഡ് ഇൻഫെക്ഷൻ ഓഫ് ദി കോർണിയ. ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സ്റ്റിമുലന്റ് ലാക്സേറ്റീവ്സ്. A stimulant laxative is a type of medication that triggers the muscles in the colon to contract, which helps move stool along and promotes a bowel movement. Common examples include bisacodyl, senna, sodium picosulfate, available in various forms like tablets, liquids, suppositories. While effective for short-term relief, they should be used with caution and under a doctor's supervision for a long-term use, as they can lead to dependence. ഓക്കെ, സ്റ്റിമുലന്റ് ലാക്സേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളനിൽ നമ്മുടെ ബവൽ മൂവ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാക്സേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. അതിന് കോമൺ എക്സാമ്പിൾസ് ആണ് ബൈസക്കോഡൈൽ, സെന്ന, സോഡിയം ബൈക്കോസൾഫേറ്റ്. ഓക്കെ, ഇത് ടാബ്ലറ്റ് ആയിട്ടും ലിക്വിഡ് ആയിട്ടും സപ്പോസിറ്ററീസ് ആയിട്ടും യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് നെഫ്രോലിത്തിയാസിസ്. നെഫ്രോലിത്തിയാസിസ് ആണ് കിഡ്നി സ്റ്റോണിന്റെ ഒരു മെഡിക്കൽ ടേം ആണ് നെഫ്രോലിത്തിയാസിസ്. അത് നമ്മുടെ വിച്ച് ആർ ഹാർഡ് ഡെപ്പോസിറ്റ്സ് ഓഫ് മിനറൽസ് ആൻഡ് സോൾട്ട്സ് ദാറ്റ് ഫോം ഇൻ ദി കിഡ്നീസ്. They form when urine contains too many stone-forming substances and not enough liquid, which can be influenced by diet, body weight, and certain health conditions. Symptoms include severe pain in the back or side, blood in the urine, nausea, painful urination, while treatment ranges from managing the stone at home to medical procedures for larger stones. നെഫ്രോലിത്തിയാസിസ് പറഞ്ഞ നമ്മൾ പറഞ്ഞു കിഡ്നി സ്റ്റോണിന്റെ ഒരു മെഡിക്കൽ ടൈമാന്ന് പറഞ്ഞു. അത് മിനറൽസിന്റെയും സോൾട്ടിന്റെയും ഒരു ഡെപ്പോസിഷൻ ആണ്. ഓക്കെ, കിഡ്നിയിലെ മിനറൽസും സോൾട്ടിന്റെയും ഒരു ഹാർഡ് ഡെപ്പോസിഷൻ ആണ് ഈ സ്റ്റോൺ. യൂറിൻ കണ്ടെയ്ൻസ് ടു മെനി സ്റ്റോൺ ഫോമിങ് സബ്സ്റ്റൻസസ് ആൻഡ് നോട്ട് ഇനഫ് ലിക്വിഡ്. ഇത് നമ്മുടെ ഡയറ്റ് കാരണം, നമ്മുടെ ഭക്ഷണരീതി കാരണം വരാം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ്, ഹെൽത്ത് കണ്ടീഷൻ, വേറെ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിലൊക്കെ ഇതുപോലെ കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന്റെ സിംറ്റംസ് ആണ് നമുക്ക് ഭയങ്കര കിഡ്നി ഏരിയയിൽ ഭയങ്കര ബാക്കിലെ സൈഡിലൊക്കെ ആയിട്ട് ഭയങ്കര പെയിൻ ആയിരിക്കും. ഇതുപോലെ നമുക്ക് യൂറിനിൽ ബ്ലഡ് കാണാം, അതൊരു സിംറ്റമാണ്. നോസിയ, പെയിൻഫുൾ യൂറിനേഷൻ, ഇതൊക്കെ സിംറ്റംസ് ആണ് നെഫ്രോലിത്തിയാസിസിന്റെ. ഇത് 2 രീതിയിൽ ട്രീറ്റ്മെന്റ് റേഞ്ച് തുടങ്ങുന്നത് നമ്മുടെ സ്റ്റോൺ ട്രീറ്റ്മെന്റ് അറ്റ് ഹോം മുതൽ വെരി മെഡിക്കൽ പ്രൊസീജിയേഴ്സ് വരെയാണ് എന്തുള്ളത്, ഇതിന്റെ ട്രീറ്റ്മെന്റ് ഉള്ളത്. ഓക്കെ, പുരുലന്റ് കെരാറ്റൈറ്റിസ്, സ്റ്റിമുലന്റ് ലാക്സേറ്റീവ്സും നെഫ്രോലിത്തിയാസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെഫ്രോലിത്തിയാസിസ് കിഡ്നിയിൽ സ്റ്റോൺ, കെരാറ്റൈറ്റിസ് പസ് ഇൻഫെക്ഷൻ, പസ് ഫീൽഡ് ഇൻഫെക്ഷൻ ഇൻ ദ കോർണിയ. ഓക്കെ,